ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നേരം വെളുത്തു. യെസ്, അങ്ങനെ സമയമായി. ഞാൻ അടുത്ത് പോയി ഒന്ന് ഫ്രഷ് ആവട്ടെ. സെറ്റായി. നേരെ പോണു. കമ്പ്യൂട്ടർ നോക്കണത് കുഴപ്പമില്ല. സൈഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ലെവല് കൂടുതൽ ഇല്ലറ്റ് കൂടുതൽ കുറേണ്ടോ നോക്കണം. ജസ്റ്റ് അല്ലെങ്കിൽ ഒരു 12 മണിയാകുമ്പോൾ പോയി കുറയില്ല. അവർ നീങ്ങ പോകണം. സെക്യൂരിറ്റി വിളിക്കുന്ന നല്ല വണ്ടിയിൽ ഹാണില്ല. പോട്ടെന്ന് പുള്ളിക്കാരന് വന്ന് ഞാൻ നേരെ പോണു. അപ്പോൾ എപ്പോഴെങ്കിലും വെയിൽ വന്ന് അതാണ് കറക്റ്റ് കിട്ടാത്തത്. ആകാപ്പോട തൊട്ടാ പിടിച്ചൊരു ഫോണും കൊണ്ട് ഇത് മിക്കവാറും ഹെവി യൂസാണ്. ഇപ്പം ഒരു രക്ഷയില്ല കേട്ടോ. ഗെയിം കളി, വീഡിയോ ഉണ്ടാക്കണത്, വീഡിയോ എഡിറ്റിങ്. ഞാൻ വിചാരിച്ചൊരു കൊല്ലം കൂടി ഓടുവന്നു. ഫോൺ ഇപ്പോഴേ ചക്കായി തുടങ്ങി. ഇനിയിപ്പോഴേ ഡെഡ് പറഞ്ഞു. പൈസ ഉണ്ടായിരുന്നു, ഏകദേശം 40,000 രൂപ അടുപ്പിച്ചുള്ള ഫോണായിരുന്നു എടുത്ത സമയത്ത്. നേരത്തെ പോയി എല്ലാം സെറ്റ് ചെയ്യണം. നോക്കട്ടെ. കമ്പ്യൂട്ടർ ബേസ് ഒന്നുമില്ല, സൈഫ മാത്രം തന്നെ ഉള്ളൂ. ജസ്റ്റ് നോക്കാം. ഒരാളെ ഫോണായില്ലേ നടത്തുക. നോക്കട്ടെ. ഒരു ഫോണിൽ അവർ താഴെ ഒരാൾ ജോലി ചെയ്യും. ടോപ്പിൽ കയറി ഭയങ്കര വെയിൽ. നല്ല ഇറങ്ങി ഇതാണ് ഫുള്ള് പോയി. കണ്ട കയറി. ഇനി ഞാനും പോയി എല്ലാം കഴിക്കട്ടെ. എൻ്റെ നെറ്റ് ക്ലോസ് ചെയ്യാൻ വെച്ചാൽ കാരണം ലെവൽ അങ്ങ് ഡൗൺ ആവണില്ല. അങ്ങനെ തന്നെ നിൽക്കുന്നു. കുറച്ചില്ലെങ്കിൽ 200 ആക്കി വയ്ക്കണം. കാരണം 230 കിടക്കണം. വരണമുണ്ട് 260 പോകണം. 30 വെച്ച് കുറയൂല അത് പെട്ടെന്നൊന്നും. പിന്നെ രാത്രി ഇപ്പോൾ സ്ഥലം കാണില്ല, അതാണ് വിഷയം. പോയിട്ടൊരു 30 കുറച്ച് വയ്ക്കും. വിചാരിച്ചേക്കാൾ 20 പോയിൻറ്റും കൂടി കൂടുതൽ പറഞ്ഞു. കുഴപ്പമില്ല, കുറേ ആയിട്ട് കൂട്ടേണ്ടി വരണമെങ്കിൽ കൂട്ടാം. ഫുഡ് റെഡിയാക്കി വെച്ച് കുറച്ച് ഇരിക്കട്ടെ. അവരെ കൂടെ നടന്നാണ് താന്ന് ഞാൻ. അയ്യോ, ഒരു പോട്ട് കുറച്ച് നേരമായി. പക്ഷേ ക്ഷീണം പോടി കിടക്കണം. ഒന്നും കഴിക്കണില്ലല്ലോ, അതുകൊണ്ട്. അയ്യോ, ശമ്പളം വന്നില്ലടാ. വീട്ടിൽ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ എന്നാൽ എനിക്കും ഇവിടെ അത്യാവശ്യമുണ്ട് പറഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിക്കാൻ. ഈ 3 മുട്ട എന്തുകൊണ്ട് 3 മുട്ട അത് 2-3 ദിവസം അവയെ മറ്റേ ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നുകൊണ്ടാണ് ആ മുട്ട രക്ഷപ്പെട്ടത്. ഇന്ന് 10-ാം തീയതി. ഇന്ന് വരുമെന്ന് തോന്നാണ് രാത്രി. ഒരു പിടിയില്ല. ഫോൺ ഫുൾ ചാർജ് പോയി അവിടെ നിന്ന് എടുക്കുകയും ചെയ്ത് നേരെ അങ്ങ് പോകണം. ഹെൽമെറ്റ് എന്തോ ഇവിടെ ഇരിക്കുന്നുണ്ടോ, ചോറ് കഴിച്ചിട്ട് ഇവിടെ തന്നെ വെച്ചെന്തോ. രണ്ടാമത് ഒന്നിട്ട് വെച്ചു. എന്തൊരു ആണ്. തുണി എടുക്കാൻ വേണ്ടി വെച്ചപ്പോൾ വെച്ചു.
ഇനിയിപ്പോൾ പുള്ളിയുടെ ഡ്യൂട്ടി ഇനി എത്ര, ഇനി 1.5 മണിക്കൂറും കൂടി ഉണ്ട്. പക്ഷെ പുള്ളി ഇറങ്ങിപ്പോയി. പോയി നോക്കട്ടെ. ഇവിടെ ഒന്നും ഫുള്ളൊന്ന് റൗണ്ട് അടിക്കണം ആദ്യം. അത് തന്നെ എന്നാ വെച്ചിട്ട് കാര്യമില്ല, ചെക്ക് ചെയ്തായിരുന്നു. നോക്കാം എന്നാൽ. റൗണ്ടൊക്കെ അടിച്ച് കഴിഞ്ഞ് ഇനി അടുത്ത് നേരെ പോയി ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കും. ചെടിക്ക് ഫുള്ള് വെള്ളം ഒഴിച്ച് കഴിഞ്ഞു. അടുത്ത് പോയി ഒന്ന് ഫോണിനും ചാർജ് ചെയ്യണം, ഇപ്പോൾ കുളിക്കുകയും ചെയ്യണം. ബാക്കി അതിന് ശേഷം നോക്കാം. സാലറി വന്നു ഇന്ന്, ഇപ്പം വന്നേ ഉള്ളൂ. ഫോൺ ചാർജ് ഇടാൻ വേണ്ടി വന്നതും ചുമ്മാ ഒന്ന് മെസ്സേജ് എടുത്ത് നോക്കിയപ്പോൾ സാലറി വന്നു. വാ, സെറ്റ്, എല്ലാം സെറ്റാക്കണം. അടുത്ത് നേരെ പോണു. ലേറ്റായി, സമയം പോയത് അറിഞ്ഞില്ല. പക്ഷേ കാണാൻ കൊള്ളായിരുന്നു. സൺസെറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. എന്ത് ചെയ്യാനാ, നീ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കാര്യവും പറഞ്ഞ് കൂടെ ഉള്ളവൻ്റെ അവൻ്റെ കാര്യവും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. നേരത്തെ പോയി എന്താ ആദ്യം ഒന്ന് സൺസെറ്റ് എങ്ങനെ നോക്കി. ഇവിടെ നിന്ന് കാണുമ്പോഴേ അടിപൊളിയായിരുന്നു. സൂര്യൻ താന്ന് കാണും, പ്രകാശം കാണൂല, കളർ കാണാൻ അടിപൊളിയായിരിക്കും എന്നാണ് ഒരു പ്രതീക്ഷ. ആ സൈഡിൽ നിന്ന് കളർ അടിപൊളിയായിരുന്നു ഒരു 5 മിനിറ്റ് മുമ്പ്. അതാണ് കാര്യങ്ങൾ. അവിടെ പോയി ഞാൻ അത് നോക്കി ഒന്ന് ഫോട്ടോ എടുത്തിട്ട് എന്നിട്ട് പോയി ലൈറ്റൊക്കെ ഇറങ്ങും. അത് തന്നെ ആകാശം വലിയ ഇതൊന്നുമില്ല, അപ്പം ഗത്തൊന്നുമില്ലായിരുന്നു. ആ സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ ഇത് തന്നെ മഞ്ഞ കളർ. പക്ഷെ അവിടെ മരത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ നോക്കണോണ്ട് അടിപൊളിയായിരുന്നു. അയ്യോ, അതാണ് കാര്യങ്ങൾ. ഇനി പോയി ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കട്ടെ, എന്നിട്ട് ഒന്ന് കോളൊക്കെ വിളിച്ച് പറയാൻ. ഇല്ല, എല്ലാം സെറ്റാണ്. നമ്മളത് നമ്മളതും കുഴപ്പമില്ല, അടുത്ത സൈഫയും കുഴപ്പമില്ല. എന്തെങ്കിലും അവർ വിളിച്ച് പറയുന്നതനുസരിച്ച് ഇനി ചെയ്താൽ മതി. ബാക്കി ഇപ്പം എല്ലാം ഓക്കെയാണ്. പെർഫെക്റ്റ്, ഡബിൾ പെർഫെക്റ്റ്. എല്ലാതും ക്ലോസ് ആക്കിയാലേ പെട്ടെന്നൊക്കെ ക്ലോസ് ആക്കിയാലേ പെട്ടുപോകും. എല്ലാം ഡബിൾ ഓക്കെയാണ്. നീ ഇവിടെ ഇരിക്കുക എപ്പോഴും ചെയ്യുമ്പോഴേക്കെ തന്നെ എഡിറ്റിങ്. പിന്നെ മറ്റേ ഇത് നോക്കും കേട്ടോ, മറ്റേ ചാർട്ടൊക്കെ ഉണ്ടല്ലോ. അതായത് എൻ്റെ പേര് ട്രേഡിങ് ഞാൻ എത്താണ് പേരേ മറന്നു. ഞാൻ അതൊക്കെ ഒന്ന് മാറി ഇവിടെ കമ്പ്യൂട്ടറിലൊന്ന് മാറുകയൊക്കെ ചെയ്ത് കുറച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെ വേറെ പരിപാടി എന്തിന്, അത് ഗെയിം കളി, എഡിറ്റിങ്, ഇങ്ങനെ പോണ് കാര്യങ്ങളൊക്കെ. ഇവിടെ അല്ലാതെ വേറെ ടൈം പാസിൻ്റെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്.